വിശാഖ നക്ഷത്രത്തിൻ്റെ അധിപൻ ശരിക്കും പറഞ്ഞാൽ വ്യാഴമാണ്. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ അംബീറ്റിയസ് ആണ്, ഡിപ്ലോമാറ്റിക് ആണ്, ഡിറ്റർമൈൻഡ് പേഴ്സൺ ആണ്. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, നല്ല വിസ്ഡം ഉണ്ട്, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെ സോഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളൊരു ഇമോഷണൽ ഹ്യൂമൻ ബീയിങ് ആണ്. സാമൂഹികപരമായിട്ടൊക്കെ നല്ല കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യും, കുറച്ച് ഈഗോ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഇംപേഷ്യൻറ്റും ആണ്. വിശാഖ നക്ഷത്രക്കാർ കുറച്ച് ഗോൾ ഓറിയൻറ്റഡും ആണ്. പോരാത്തതിന് ലോങ് ടേം പ്ലാനിങ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് വേണം എന്നൊരു വിചാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഇത് കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യൽ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് അതെന്തായാലും മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. നിങ്ങളെങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഒക്ടോബറിൽ കരിയറിൽ പ്രഷർ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പുതിയ റെസ്പോൺസിബിലിറ്റി എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ടാവും. അന്ന് പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് വ്യത്യാസം എന്തായാലും വന്നിട്ടുണ്ടാവണം. അങ്ങനെ അല്ല ഓർഡർ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പ്രഷർ കൂടിയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഡൗട്ട്സ് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവും. ഈഗോ ക്ലാഷസും കുറച്ച് വലിയ പ്രശ്നമൊന്നും ഒന്നും ആയിട്ടുണ്ടാവില്ല. അതൊക്കെ കറക്റ്റായിട്ടുണ്ടാവും. ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് ജാതകപ്രകാരം ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അതെല്ലാം കൊളാപ്സ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാം ആവണം, ഫോക്കസ്ഡ് ആവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ഈ നവംബർ പ്രകാരം ജോലിയിൽ നിങ്ങൾക്ക് റെക്കഗ്നിഷൻ ഉണ്ട്, ന്യൂ റെസ്പോൺസിബിലിറ്റീസും എന്തായാലും ഉണ്ടാവും. പറ്റുകയാണെങ്കിൽ പറ്റും എന്ന് പറയുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതിലെന്തോ വന്നോട്ടെ അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പഠിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ് നിങ്ങൾക്ക് നവംബറിൽ വരിക. അല്ലാണ്ട് പ്രോഫിറ്റ് എന്തായാലും നവംബറിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നെറ്റ്വർക്കിംഗ് സ്ട്രോങ് ആക്കുക. നെറ്റ്വർക്കിംഗ് സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണ ഒരു മാസമാണ്. അത് കുറച്ച് നല്ലതായിട്ടേ വരുള്ളൂ ഭാവിയിൽ. അത് സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻക്രീസ് തന്നെയാണ് കാണുന്നത്. സ്ട്രാറ്റജിക് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നല്ല ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ എന്തായാലും ദോഷം ചെയ്യുകയുള്ളൂ. റിലേഷൻഷിപ്പ് പ്രകാരം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ന്യൂ അട്രാക്ഷൻ ഉണ്ടാവും. പാസ്റ്റ് കണക്റ്റ് ഉണ്ടാവും. അത് അത്ര ഉറപ്പില്ല, എന്നാലും വരാൻ സാധ്യതയുണ്ട്. പ്രണയത്തിലാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്ത് എന്തായാലും നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോഴും നിങ്ങൾ ഈഗോ കാണിക്കുകയാണ്, ക്ഷമയില്ലായ്മ കാണിക്കുകയാണെങ്കിൽ അതെന്തായാലും മാനേജ് ചെയ്യണം. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഫാമിലി ഹാർമോണി എന്തായാലും ഇമ്പ്രൂവ് ആവും. അതുപോലെ സപ്പോർട്ടീവ് കോൺവെർസേഷൻ, സ്ട്രെങ്ത് ആൻഡ് റിലേഷൻഷിപ്പ് അതൊക്കെ എന്തായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. സപ്പോർട്ടീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, മനസ്സോർന്ന് സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ എന്തായാലും നല്ല മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ പേഷ്യൻസ് കാണിക്കുകയാണെങ്കിൽ, അതായത് ക്ഷമ കാണിക്കുകയാണെങ്കിൽ ആർഗ്യുമെൻറ്റ്സിൽ എന്തായാലും വിൻ ചെയ്ത് നന്നായിട്ട് തന്നെ പോവുകയുള്ളൂ. അവളുടെ പേഴ്സണൽ ലൈഫ് എന്തായാലും കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് നവംബർ. മൈൻഡ് ക്ലാരിറ്റി എന്തായാലും ഇൻക്രീസ് ചെയ്യും. ലോങ് ടേം ഗോൾസിൽ നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതുപോലെ സാമ്പത്തികം നോക്കുകയാണെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ഇൻകമൊക്കെ എന്തായാലും വരും. അതായത് കൊടുത്ത പണമൊക്കെ തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് ഒക്കെ നല്ല ഫേവറബിൾ ആണ്. ആവശ്യമില്ലാത്ത ലക്ഷറി ഐറ്റംസ്, ഇമ്പൾസീവ് എക്സ്പെൻസീവ് ഒന്നും വരുത്തരുത്. അതൊന്നും യൂസ് ഉണ്ടാവില്ല. ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തായാലും നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. വ്യാഴാഴ്ചകളിൽ നിങ്ങൾ വ്യാഴമന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗ്രോ ചെയ്യാൻ എന്തായാലും പറ്റും. ഹെഡ് ഏക്ക് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. സ്ട്രെസ്സും നിങ്ങൾക്ക് എന്തായാലും നവംബറിൽ ഉണ്ട്. സ്ലീപ്പ് ഡിസ്റ്റർബൻസും കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രോപ്പർ ഡയറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഫിസിക്കലി യു ആർ ഫിറ്റ്, സ്റ്റാമിനയൊക്കെ ഇൻക്രീസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്.